തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ICDS പ്രൊജക്ട് ഓഫീസിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി RRFന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളും ഒരുപോലെ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ മാറ്റം. പാഴ്വസ്തുക്കൾ വലിച്ചെറിയില്ലായിരുന്നു, മാലിന്യങ്ങൾ വലിച്ചെറിയില്ലായിരുന്നു. ആ ഒരു സംസ്കാരത്തിൽ നിന്നും കേരളത്തെ മാറ്റി തീർക്കുന്ന പ്രക്രിയ കാണാൻ ഒന്നും രണ്ടും പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടും മാലിന്യം വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറലാണ്. മൈൻഡ് സെറ്റ് മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നമ്മുടെ രീതി എന്തിവിടെ രീതി എന്ന് പറഞ്ഞാൽ മുട്ടായി തിന്ന കടലാസ് വെച്ചത് റൂട്ടിന്റെ മുകളിൽ തുപ്പും, അവസരം കിട്ടിയ മുട്ട വയ്ക്കുക. അത് നമ്മുടെ ഒരു രീതിയാണ്. എന്നാൽ ഇതേ നിങ്ങൾ വിദേശത്ത് പോയാലോ തുപ്പി അപ്പം പിടിച്ചോണ്ടോ മുട്ടായി വിളിച്ചില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഒരു വരയാണ്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഘടക സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് ICDS പ്രൊജക്ട് ഓഫീസ് മാറ്റുന്നതിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി RRFന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ, KD മഞ്ജുഷ, രജിത പ്രദീപ്, KT ഫർഷാന, അമർനാഥ്, ഭാസ്കരൻ, സുനിൽകുമാർ, ലത കാണി, PV രജനി, K അനിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ, അഭിഷേക് കുറുപ്പ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.